ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആ രഹസ്യം സത്യഭാമ അറിഞ്ഞിരിക്കുന്നു, അതും ശ്യാമയുടെ നാവിൽ നിന്ന് തന്നെ. ശ്യാമയുടെ അരികിലേക്ക് വന്ന് സത്യഭാമ ശ്യാമയെ ചോദ്യം ചെയ്യുകയാണ്. എടി, ഇനിയെങ്കിലും ആ സത്യം പറ. നിന്നോടല്ലേ പറയാൻ പറഞ്ഞത്? ഒരിക്കലും കളവ് പറയുന്നത് ഞാൻ സഹിക്കില്ല, പൊറുക്കില്ല എന്നൊക്കെ സത്യഭാമ വീണ്ടും പറയുമ്പോൾ എന്ത് പറയണം എന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ. ഇതൊന്നും അറിയാതെ താഴെ ഹോളിൽ ചടങ്ങുകളൊക്കെ നടക്കുന്നു, ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശ്യാമ വീണ്ടും ഭാമയോട് പറയുന്നു, ഞാൻ എന്താണ് സത്യമേ പറയേണ്ടതെന്ന്. എടി പപ്പി നിന്റെ മകൾ അല്ലെങ്കിൽ പിന്നെ ആരുടെ മോളാ? പിന്നെയും എന്താണ് പറയേണ്ടതെന്ന് ശ്യാമ ആലോചിക്കുന്നു. എന്നിട്ട് ഭാമയോട് പറയുന്നു, ഞാനത് അമ്മയോട് ഫോണിൽ സംസാരിച്ചതല്ലേ. പപ്പി എൻ്റെ മകളല്ല, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മകളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബർത്ത്ഡേ ആയിട്ട് വിഷ് ചെയ്യാൻ അമ്മ പലതവണ വിളിച്ചിരുന്നു. ഒറ്റത്തവണ കിട്ടിയില്ലല്ലോ എന്ന് പരിഭവം പറയായിരുന്നു അമ്മ. ഞാൻ എന്ത് ചെയ്യാനാ? ഓരോ സമയത്ത് ഓരോരുത്തർ വന്ന് എടുത്തോണ്ട് പോകുമല്ലേ. പപ്പി എൻ്റെ മോൾ അല്ല എന്നുള്ളത് സത്യമാണെന്നും പറഞ്ഞു വരികയായിരുന്നു എന്നൊക്കെ ശ്യാമ പറയുന്നു. അതായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ആശ്വാസത്തോടെ ഭാമ അവിടെ ഇരിക്കുന്നു. നീ വെറുതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടി മോളെ, സോറി കേട്ടോ എന്നൊക്കെ ഭാമ ശ്യാമയോട് ഇപ്പോൾ സ്നേഹത്തോടെ പറയുകയും ശ്യാമയ്ക്കൊരു ചുംബനം കൊടുക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി ഇപ്പോൾ സോറി പറയുന്നു. ശേഷം സത്യഭാമ താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. പോകുന്നേരം ഒന്നുകൂടി ശ്യാമയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചിട്ടാണ് പോകുന്നത്. തൽക്കാലം ഒരു സമാധാനത്തോടെയും ആശ്വാസത്തോടെയും ശ്യാമ നിൽക്കുന്നു. രക്ഷപ്പെട്ടു എന്ന് ആലോചിക്കുന്നു. ഇതേ സമയം ശാലിനിയും സത്യമോളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശാലിനിയും പപ്പിയും സത്യമോളും വരുന്നതിന്റെ സന്തോഷത്തിലാണ് വിഷ്ണുവും ബാക്കിയുള്ളവരും. ഞാൻ സത്യം വന്നോ എന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് പോയി നോക്കുകയാണ് പപ്പി. ഇവിടെ ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നൊക്കെ കാർത്തിക വിചാരിക്കുകയും കാർത്തികയും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടേക്കൊരു കാറ് വരുന്നുണ്ട്. സത്യമാണെന്ന് വിചാരിക്കുകയാണ് പപ്പിമോള്. പക്ഷേ സത്യ അല്ലായിരുന്നു അത്. ഹൈ സത്യ വന്നേ എന്ന് പറഞ്ഞ് കാറിന്റെ അരികിലേക്ക് പോയി സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു പപ്പി. എന്നാൽ കാറിൽ നിന്നിറങ്ങിയത് മറ്റൊരാളായിരുന്നു. അത് മധുശ്രീ തന്നെ. മധുശ്രീയെ കണ്ടപാടെ പപ്പി ആ ആഘോഷങ്ങൾ, ആ സന്തോഷം ഉടനെ അങ്ങ് നിർത്തി. മധുശ്രീയെ കണ്ടതും കാർത്തികയ്ക്കും ടെൻഷനാകുന്നു. ഹായ് ബർത്ത്ഡേ ഗേൾ എന്നെ മധുശ്രീ പപ്പിയോട് പറയുമ്പോൾ ബാഡ് ഗേൾ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പപ്പി അകത്തേക്ക് പോകുന്നു. എന്താടി വല്ലാത്തൊരു നോട്ടം എന്നെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്. മധുശ്രീ എന്താ ഇവിടെ? ഈ മുറ്റത്തൊരു പന്തലിടണം, അതിന്റെ അളവെടുക്കാൻ വന്നതാണെന്നും നീ അകത്തേക്ക് വാ, സംസാരിക്കാനുണ്ട് എന്നും കാർത്തികയോട് പറയുകയാണ് മധുശ്രീ. അവളെന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഇനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എൻ്റെ കാര്യം പറയാനാണോ? അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനിൽ എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ എന്നാ തീർന്നോ, ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇതുവരെ പിടിച്ചു നിന്നില്ല, എന്താ ഉണ്ടാവുക എന്ന് നോക്കാം എന്നൊക്കെ കാർത്തിക ഇങ്ങനെ വിചാരിക്കുന്നു. ഇതേ സമയം പപ്പി അകത്തേക്ക് വന്ന് രാഘവനോട് പറയുന്നുണ്ട്, അച്ചച്ച അതേ ആ ബാഡ്ഗേള് വന്നിരിക്കുന്നു. എവിടെയെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ ദേ അവിടെ എന്ന് പറഞ്ഞ് പപ്പി ചൂണ്ടിക്കാട്ടി. മധുശ്രീ അവിടേക്ക് വന്നതും എല്ലാവരുടെയും മുഖം ദേഷ്യത്തിലാകുന്നു. എല്ലാവരും ദേഷ്യത്തോടെയാണ് മധുശ്രീയെ നോക്കുന്നത്. കാർത്തികയും അകത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ഞങ്ങളെ എന്ന് മധുശ്രീ പറയുമ്പോൾ നിന്നെ ആരാടി ഇവിടേക്ക് ക്ഷണിച്ചത് എന്ന് രാഘവൻ പറയുന്നു. മുകളിൽ നിന്നും ഭാമ താഴേക്ക് ഇറങ്ങി വരുന്നു. ദൈവം ക്ഷണിച്ചിട്ടാണോ അങ്കിളെ നമ്മൾ അമ്പലത്തിൽ തൊഴാൻ പോകുന്നത് എന്ന് മധുശ്രീ പറയുന്നു. ഒരു പുഞ്ചിരിയോടെ തന്നെ ഭാമ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തൊട്ട് പിന്നാലെ ശ്യാമയും പൊന്നിയും വരുന്നു. ഞാൻ എൻ്റെ ആരാധനാമൂർത്തി ഒന്ന് കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞ് സത്യഭാമയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് വീണ്ടും മധുശ്രീ. എന്താ ഭാമ ഇത് എന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു, അവൾ ഇതിൽ പങ്കെടുത്തോട്ടെ രാഘവേട്ട, എത്രയോ അതിഥികളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആരോടും ശത്രുത പാടില്ല എന്ന തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. ഇങ്ങനെയാണ് സത്യമ്മ എൻ്റെ റോൾ മോഡൽ ആകുന്നത്. എല്ലായിടത്തും കയറി കൃത്യമായിട്ടുള്ള തീരുമാനം എന്നൊക്കെ മധുശ്രീ വീണ്ടും പറയുന്നു. ഈ സമയം പൊന്നി ഭാമയുടെ അരികിലേക്ക് വന്ന് ഭാമ കേൾക്കാൻ വേണ്ടി പതിയെ ഇങ്ങനെ പറയുന്നു, സത്യമ്മയെ കളിയാക്കുവാണോ എന്നൊരു സംശയം. അതെന്താടി എന്ന് സത്യഭാമ പറയുമ്പോൾ പൊന്നി പറയുന്നു, ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആരാധനാമൂർത്തി എന്നൊക്കെ പറയുന്നത് സത്യമ്മയെ കളിയാക്കുന്നത് പോലെയല്ലേ, അതിന് എന്താടി എന്ന് ഭാമ ഇങ്ങനെ ലോകങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടി സത്യാമ്മ എന്താ കരിങ്കല്ലാണോ എന്ന് പൊന്നി പറയുമ്പോൾ അതാണോ അവൾ ഉദ്ദേശിച്ചത് എന്ന് ഭാമ ചോദിക്കുന്നു. അവളുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം നടക്കാത്തത് കൊണ്ട് സത്യാമ്മയുടെ മനസ്സ് കരിങ്കല്ലാണ് എന്നാണ് അവൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പൊന്നി പറയുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് ഭാമ ചോദിക്കുന്നു. അതെ, ഇത്രയും ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടും സത്യാമ്മയ്ക്ക് മാത്രം മനസ്സിലാകാത്തത് സത്യാമ്മയുടെ മനസ്സ് ശുദ്ധമായത് കൊണ്ടാണെന്നൊക്കെ പൊന്നി പറയുന്നുണ്ട്. പിന്നെ ആ പോസ്റ്ററിലേക്ക് നോക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ പത്മിനി ആൻഡ് സത്യ. ആരാ സത്യാമ്മ ഈ സത്യ എന്ന് മധുശ്രീ വീണ്ടും പൊന്നി പറയുകയാണ് ഭാമയോട്. ഈ സത്യ ആരാന്ന് ഇവൾക്ക് അറിയാഞ്ഞിട്ടാണോ? അവള് സത്യമേ ചൊറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്.
എല്ലാം കേട്ട ഭാമ മധുശ്രീയോട് പറയുന്നു, മധുശ്രീ നീ ഫംഗ്ഷന് വന്നതാണെങ്കിൽ ഒരു കഷ്ണം കേക്ക് ഞാൻ തരും, അത് കഴിച്ച് മിണ്ടാതെ പോയിക്കോണം. ആകെ ഇപ്പോൾ ചമ്മി നിൽക്കുകയാണ് മധുശ്രീ. എല്ലാവർക്കും അത് സന്തോഷമാകുന്നു. ഇത് മതിയോ എന്ന് പൊന്നിയുടെ നേർക്കിങ്ങനെ കണ്ണ് കാണിച്ച് ചോദിക്കുകയാണ് ഭാമ. അത് മതിയെന്ന് പൊന്നിയും അതുപോലെ കണ്ണ് കാണിച്ച് പറയുന്നു. ഇറ്റ്സ് ഓക്കെ സത്യമേ എന്ന് പറഞ്ഞ് ചമ്മൽ പുറത്ത് കാണിക്കാതെ പുഞ്ചിരിയോടെ തന്നെ മധുശ്രീ നിൽക്കുന്നു. ഭാമ വന്ന ബന്ധുക്കളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ കാർത്തികയെ പരതുകയാണ് മധുശ്രീ. എല്ലാവരെയും ഒന്ന് നോക്കി പതിയെ കാർത്തികയുടെ അരികിലേക്ക് വന്നിട്ട്, നീ ഒന്ന് പുറത്തേക്ക് വന്ന എന്ന് ദേഷ്യത്തോടെ മധുശ്രീ കാർത്തികയോട് പറയുന്നു. എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാർത്തിക പുറത്തേക്ക് പോകുന്നു. എന്താ മധുശ്രീ, എന്താ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ കാർത്തിക മധുശ്രീയോട് ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു, ഞാൻ വന്നതല്ലോ, നീ എന്നെ വരുത്തിയതല്ലേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. കുറെ ഉപമകളൊക്കെ പറയുകയാണ് മധുശ്രീ. ഇപ്പോൾ ഇത് കേട്ട് കാർത്തിക ചോദിക്കുന്നു, ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണെന്ന്. വീണ്ടും മധുശ്രീ പറയുന്നു, ഇതൊക്കെ നിന്നോടാ പറയേണ്ടത്, നീയാണ് അറിയേണ്ടത്. എടി നിനക്ക് അനുസരണ തീരെയില്ല. ഓരോ തവണ കാണുമ്പോഴും ഞാൻ നിന്നെ ഒരേ കാര്യം ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്. അല്ല ഞാൻ ഈ ബർത്ത്ഡേയുടെ കാര്യം പറയാത്തത് കൊണ്ടാണോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ മധുശ്രീ പറയുന്നുണ്ട്, എടി കോപ്പേ, ഞാൻ നിന്നോട് എന്താണ് പറഞ്ഞത്? ഇവിടെ ഒരു ഇലയനങ്ങിയാൽ പറയണം എന്ന്. അല്ല ഇവിടെ രണ്ട് കുട്ടികളുടെയും ബർത്ത്ഡേ ആഘോഷമല്ലേ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല എന്ന് കാർത്തിക. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ലെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഇന്നിവിടെ ഒരു ശവം വീഴുമെന്ന് മധുശ്രീ പറയുമ്പോൾ ഞെട്ടി നിൽക്കുകയാണ് കാർത്തിക. ആരുടെയെന്ന് കാർത്തിക ചോദിക്കുന്നു. അത് ഞാൻ ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല, എനിക്ക് ആരുടെ ആയാലും മതി, ചെറുതോ വലുതോ ആരുടെ ആയാലും മതി. നീ ഇപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? നീയല്ലേ ഇത് ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ മധുശ്രീ പറയുമ്പോൾ എന്ത് എന്ന് ടെൻഷനോടെയും വെപ്രാളത്തെയും ചോദിക്കുകയാണ് കാർത്തിക. കൊല്ലാൻ നീ തന്നെ, കാർത്തിക എന്ന നീ തന്നെ എന്ന് മധുശ്രീ വീണ്ടും പറയുന്നു. ഇതേസമയം കാർത്തികയുടെ ഫോട്ടോയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ജയശങ്കർ. കാർത്തിക അല്ലേ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? കോഴിക്കോടല്ലേ, അവിടെയല്ലേ അന്വേഷിക്കേണ്ടത്? സാർ, മിസ്സായിരിക്കുന്നത് കോഴിക്കോടെന്നാണ്. പക്ഷേ അവൾ അവിടെയുണ്ടെങ്കിൽ അത് മിസ്സിംഗ് ആകില്ലല്ലോ സാർ എന്നൊക്കെ ജയശങ്കർ. ഇത് താൻ വെച്ചോ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ തിരികെ കൊടുക്കുകയാണ് പോലീസ്. ഇത്രയൊക്കെ വിവരമുള്ള താൻ തന്നെ അന്വേഷിച്ചാൽ പോരെ, പോലീസിന്റെ സഹായം എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇത്രയൊക്കെ ഞാനാണ് അന്വേഷിച്ചത്, സത്യം പറഞ്ഞാൽ പോലീസിന്റെ ഒരു ഹെൽപ്പും ഇല്ലാതെ. സാർ പറയുന്നത് പോലെ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ച് എല്ലായിടത്തും ഇൻഫർമേഷൻ പോയിട്ടുണ്ട്. കാര്യമായ ഒരു പ്രതികരണവും ഉണ്ടായില്ല. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അവൾ വന്നിറങ്ങുന്ന വിഷ്വൽസ് കിട്ടിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം ഒരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി, അന്ന് മുതൽ ഞാനിവിടെ റൂമെടുത്ത് താമസിക്കുകയാണ്. അവിടുന്ന് കാര്യമായ സഹായമൊന്നുമില്ല, അവിടെ കയറി ഇറങ്ങുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പറയുന്നു, പിന്നെ താൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്ന്. ജയശങ്കർ വീണ്ടും പറയുന്നു, ഞാനിവിടെ ഒരു അമ്പലത്തിൽ വെച്ച് അവളെ നേരിട്ട് കണ്ടോ, എന്നിട്ട് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ലേ എന്ന് പോലീസ് ചോദിക്കുന്നു. പറഞ്ഞു സാർ എന്ന് ജയശങ്കർ. ഞാൻ കാർത്തികയെ കണ്ട അമ്പലം അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല എന്ന്, ഈ സ്റ്റേഷൻ പരിധിയിലാണ് എന്ന്. എടോ, ഇവിടെ ഒരു 100 കൂട്ടം കൂട കേസുകൾ വേറെ കിടക്കുന്നു എന്നൊക്കെയാ പോലീസ്. അവിടേക്ക് ഒരു ഓട്ടോ ഡ്രൈവർ വരുന്നു. അയാൾക്കൊരു കേസിന്റെ കാര്യം പറയുകയാണ്. അതിനിടയ്ക്കാണ് ജയശങ്കറിന്റെ കയ്യിലിരിക്കുന്ന കാർത്തികയുടെ ഫോട്ടോ ആ ഓട്ടോ ഡ്രൈവർ കാണുന്നത്. സർ, ഇതേതാണ് ഈ ഫോട്ടോ? ഈ കൊച്ചിന് നേരെ എന്ത് കേസാ സാറേ എന്നൊക്കെ ആ ഫോട്ടോ എടുത്തതിന് ശേഷം അയാൾ പറയുമ്പോൾ, കൊച്ചോ, ഏത് കൊച്ച്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വിട് സാറേ, പറയട്ടെ. ഈ കൊച്ചിനെ എനിക്കറിയാമെന്ന് ഡ്രൈവർ. സാർ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ജയശങ്കർ അയാളോട് ചോദിക്കുന്നു. നിങ്ങൾക്കറിയാമോ ഈ കുട്ടി എന്ന് ചോദിക്കുന്നു. അറിയാമെന്നല്ലേ പറഞ്ഞത് എന്ന് അയാൾ പറയുമ്പോൾ ജയശങ്കർ പറയുന്നു, ഇയാൾക്കറിയാമോ ഏതാ കുട്ടി എന്നൊക്കെ ജയശങ്കർ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, ഞാനിത് പറഞ്ഞാൽ എന്നെ ഈ കേസിൽ നിന്ന് ഊരിത്തരാമോ എന്ന്. കേസിൽ നിന്ന് ഊരിത്തരാനോ? മര്യാദയ്ക്ക് പറഞ്ഞോ നീ, ഇല്ലെങ്കിൽ ഈ സ്റ്റേഷനിലുള്ള സകല കേസ് നിന്റെ തലയിൽ കെട്ടിവെക്കുമെന്ന് പോലീസ്. ഞാൻ പറയാമെന്ന് പറഞ്ഞ് അയാൾ പറയാൻ തുടങ്ങുകയാണ്. അന്ന് ആ ഓട്ടോയിൽ, ഇയാളുടെ ഓട്ടോയിലായിരുന്നോ കാർത്തിക കയറിപ്പോയത്? ആ കാര്യം പറയുകയാണ്. എന്നിട്ട് നീ സത്യാമ്മയുടെ വീട്ടിൽ ആ കുട്ടിയെ കൊണ്ട് വിട്ടോ എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. വീട്ടിലെന്ന് പറഞ്ഞാൽ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ ഇറക്കി വിട്ടോ എന്ന് പോലീസ് എന്ന് ആ ഓട്ടോ ഡ്രൈവർ പറയുമ്പോൾ, ആ കുട്ടി സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറിപ്പോയോ എന്ന് പോലീസ് ചോദിക്കുന്നു. അതെനിക്കറിയില്ല, പക്ഷേ ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ട് അപ്പോഴേ തിരിച്ചുപോയി എന്നും ഡ്രൈവർ പറയുമ്പോൾ ജയശങ്കർ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ സത്യഭാമ എന്ന്? നമുക്ക് നേരിട്ട് കണ്ടുകളയാമെന്ന് പോലീസ്. എടോ, താൻ പോയി ആ ജീപ്പ് ഇറക്കാൻ പറയും, നമുക്ക് സത്യാമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഫോട്ടോ എങ്ങ് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോലീസ് ജയശങ്കറിന്റെ കയ്യിലിരുന്ന ഫോട്ടോ നോക്കുകയാണ് ഇപ്പോൾ ഒന്നുകൂടി. ഈ സമയം ബർത്ത്ഡേ സെലിബ്രേഷനിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. സത്യയും ശാലിനിയും പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് എല്ലാവരും. സത്യയെ കാണുന്നില്ലല്ലോ വിഷ്ണു വെച്ച എന്നൊക്കെ പപ്പി പറയുന്നു. ഇപ്പൊ വരുമെന്ന് വിഷ്ണുവും പറയുന്നു. ഇതേ സമയം സത്യയും കൊണ്ട് ശാലിനി അവിടെ എത്തിക്കഴിഞ്ഞു.
എന്നാൽ ശാലിനി അകത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. 2 കിറ്റുണ്ട്, ഒന്ന് മൂക്കും ഒന്ന് പപ്പിക്കുമുള്ളതാണ് എന്ന് പറഞ്ഞ് സത്യയുടെ കയ്യിൽ കൊടുക്കുന്നു. അമ്മ വരുന്നില്ല എന്ന് സത്യ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അമ്മ വരുന്നില്ല മോളെ, അമ്മയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്, അമ്മ കാറിലിരുന്ന് അറ്റൻഡ് ചെയ്തോളാം. ഇന്നൊരു നല്ല ദിവസമായിട്ട് മീറ്റിംഗ് മാറ്റി വെച്ചൂടെ അമ്മ എന്നൊക്കെ സത്യ. എന്ത് ചെയ്യാനാ മോളെ, കളക്ടറായി പോയില്ലേ എന്നൊക്കെ ശാലിനി. അകത്ത് നമ്മളെല്ലാവരെയും കാത്തിരിക്കുകയാണ് എല്ലാവരും എന്നൊക്കെ സത്യ പറയുമ്പോൾ, അതാണ് പറഞ്ഞത് മോൾ അകത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ആ കിറ്റും കൊടുത്ത് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശാലിനി സത്യയെ. അവിടെ ഇരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് ഇപ്പോഴാണ് ശാലിനി കാണുന്നത്. 2 പേരുടെയും ഒരുമിച്ച് ഫോട്ടോയും പേരുമൊക്കെ ഒരുമിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കണ്ട് സന്തോഷത്തോടെ ആ വീട്ടിലേക്കൊന്ന് നോക്കുകയാണ് ശാലിനി. സത്യഭാമ ശാലിനിയോട് പറഞ്ഞത് ഇപ്പോൾ ശാലിനി ഓർക്കുന്നു. സത്യ അകത്തേക്ക് വന്നു പപ്പി എന്ന് വിളിച്ചു. സത്യയെ കണ്ടതും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. ഹായ് സത്യ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ 2 പേരും കെട്ടിപ്പിടിച്ചു. ശാലിനി അവിടേക്ക് നോക്കുകയാണ്. വിഷ്ണു രാഘവനും നോക്കുന്നുണ്ട്. സത്യ അകത്തുള്ള ആ അലങ്കാരങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് പപ്പി എന്ന് സത്യ പറയുമ്പോൾ രാഘവൻ ചോദിക്കുന്നു, സത്യമോളെ മോളുടെ അമ്മ വന്നില്ലേ എന്ന്. വന്നോ, പുറത്ത് കാറിൽ ഇരിപ്പുണ്ട് എന്ന് സത്യ പറയുന്നു. അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് നന്നായി, അവളെ പുറത്ത് നിന്നാൽ മതി, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പിണക്കം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അകത്ത് കയറ്റേണ്ടി വന്നേനെ എന്നൊക്കെ ഭാമ വിചാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.